നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. മേൽപ്പാല നിർമ്മാണത്തിനായി കേരയിൽ എഞ്ചിനീയറും സ്പെഷ്യൽ തഹസിൽദാരും അടങ്ങുന്ന ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. ഭൂമി ഏറ്റെടുക്കുന്നതിനായി 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതോടെയാണ് പദ്ധതിക്ക് വേഗം കൈവന്നത്. ചെറുതുരുത്തി പൈങ്കുളം റോഡിലെ റെയിൽവേ ഗേറ്റിന് കുറുകെയുള്ള മേൽപ്പാല നിർമ്മാണത്തിനായുള്ള നടപടികൾ വേഗത്തിലായി. പൈങ്കുളം റോഡിലെ വായനശാലയ്ക്ക് സമീപം തുടങ്ങി റെയിൽവേ ഗേറ്റ് കടന്ന് റേഷൻ കട വരെയുള്ള 1 ഏക്കർ 16 സെന്റ് സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേരയിൽ എഞ്ചിനീയർ മിഥുൻ ജോസഫ്, തൃശൂർ സ്പെഷ്യൽ തഹസിൽദാർ TG ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലപരിശോധന നടത്തി. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 13 കോടി 33 ലക്ഷം രൂപ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി 50 ലക്ഷം രൂപയും അധികമായും അനുവദിച്ചു. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാകുന്നതോടെ നിർമ്മാണ ചെലവിന്റെ 50% കേന്ദ്ര സർക്കാർ വഹിക്കും. പൈങ്കുളം റെയിൽവേ ഗേറ്റിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഇതോടെ പരിഹാരമാകും. 36 സർവേ നമ്പറുകളിലായിട്ട് 1 ഏക്കർ 15 സെന്റോളം ഭൂമിയുടെയാണ് നമുക്ക് അക്വിസിഷനായിട്ട് വരുന്നത്. അതിനോടനുബന്ധിച്ചുള്ള സർവേ ചെലവുകൾക്കും മറ്റുമായിട്ടുള്ള 50 ലക്ഷം രൂപ കണ്ടിജൻസി ചാർജ് സംസ്ഥാന സർക്കാർ ഇടവാക്കിയിട്ടുണ്ട്. തുടർന്നാണ് അലൈൻമെന്റ് സ്ഥലങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഫോർവേഡ് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കുന്നത്. ഫോർവേഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമിക നോട്ടിഫിക്കേഷൻ സാമൂഹ്യ ആഘാത പഠനത്തിലേക്കുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിന്റ് ഇൻസ്പെക്ഷൻ ശേഷം ഇവിടെ തന്നെ സാമൂഹ്യ ആഘാത പഠനത്തിലുള്ള നോട്ടിഫിക്കേഷൻ നടപടികൾ ചെയ്യുന്നതാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ലത്തീഫ്, K രാധാകൃഷ്ണൻ MP-യുടെ പ്രതിനിധി KK മുരളീധരൻ, വാർഡ് അംഗം VR അനൂപ് എന്നിവരും പരിശോധനാ സംഘത്തിനൊപ്പമുണ്ടായിരുന്നു.